നമസ്കാരം. സമ്പത്ത്, സൗന്ദര്യം, ആഡംബരം, ദാമ്പത്യം ഇവയുടെയൊക്കെ ഗ്രഹമാണ് ശുക്രൻ. ജൂൺ 29, 2025 ഉച്ചയ്ക്ക് 2:17 ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറും. ഇടവൻ രാശി ശുക്രൻ്റെ തന്നെ സ്വന്തം രാശിയാണ്. അപ്പോൾ സ്വന്തം രാശിയിൽ കേന്ദ്രത്തിൽ ശുക്രൻ്റെ മാളവ്യ രാജയോഗം എന്ന രാജയോഗം കിട്ടും. എല്ലാ രാശിക്കാരിലും വ്യത്യസ്ത ഫലങ്ങളാണ് ശുക്രൻ്റെ കിട്ടുക. അപ്പോൾ ശുക്രൻ്റെ ഇടവൻ രാശിയിലുള്ള ഈ രാശി മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങളും നേട്ടങ്ങളും കിട്ടുന്ന രാശിക്കാർ ആരൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേടൻ രാശിക്കാരുടെ 2ാം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിച്ചിരിക്കുന്നത്. അത് 2ാം ഭാവം ധനഭാവമാണ്. അതുകൊണ്ട് ധനലാഭം ഉണ്ടാകും, കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സംസാരം നല്ലതാകും. അതുപോലെ എല്ലാ മേഖലയിലുള്ളവർക്ക് അത് നല്ലതാകും. ഇടവൻ രാശിക്കാരുടെ സ്വന്തം രാശിയിലാണ് ശുക്രൻ സംക്രമിച്ചിരിക്കുന്നത്. അത് കേന്ദ്രത്തിലാണ്. അതുകൊണ്ട് രാജയോഗപ്രദമായ ഗുണങ്ങളാണ് കിട്ടുക. ബിസിനസ്, വ്യാപാരത്തിലൊക്കെ വിജയിക്കാൻ പറ്റും. സന്താന ഭാഗ്യം, അതുപോലെ പോസിറ്റീവ് ഫലങ്ങൾ കൂടുതലായിട്ട് കിട്ടും. ധനലാഭം ഉണ്ടാകും. കർക്കിടകൻ രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപാരത്തിൽ, ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ ഗുണം കിട്ടും. ആഗ്രഹങ്ങളൊക്കെ നടക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകും. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നല്ലതാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. ചിങ്ങൻ രാശിക്കാരുടെ 10ാം ഭാവത്തിലാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത്. അത് കേന്ദ്രഭാവമാണ്. അതുകൊണ്ട് തന്നെ രാജയോഗപ്രദമായ ഗുണങ്ങൾ കിട്ടും. ലാഭവും വർദ്ധിക്കും. പിന്നെ ടെൻഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും നിലനിൽക്കും. വിവാദങ്ങളിൽ പെടാതെ നോക്കണം. പിന്നെ പിതാവിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗുണം കിട്ടും. ഉത്തരവാദിത്വം വർദ്ധിക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് നല്ലതായിരിക്കും. ഗവൺമെന്റിൽ നിന്നൊക്കെ ഗുണം കിട്ടും. കന്നിരാശിക്കാരുടെ 9ാം ഭാവത്തിലാണ് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നത്. അത് ഭാഗ്യവർദ്ധനവുണ്ടാക്കും, തൊഴിൽ അഭിവൃദ്ധി, അതുപോലെ കുടുംബ അഭിവൃദ്ധി ഉണ്ടാക്കും. ആത്മീയ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം. ധനലാഭം, പിന്നെ കലാപരമായ കഴിവുകളൊക്കെ വർദ്ധിക്കും. പുതിയത് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വൃശ്ചികൻ രാശിക്കാരുടെ 7ാം ഭാവത്തിലേക്കാണ് ശുക്രൻ സംക്രമിച്ചിരിക്കുന്നത്. അത് കേന്ദ്രഭാവമാണ്. അതുകൊണ്ട് രാജയോഗപ്രദമായ ശുക്രന്റെ ഗുണങ്ങൾ കിട്ടും. ദാമ്പത്യം നിങ്ങളുടെ നല്ലതാകും. വിവാഹ ഭാഗ്യം, അതുപോലെ പങ്കാളിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും. കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും. മറ്റുള്ളവരിൽ നിന്നൊക്കെ ഗുണങ്ങൾ കിട്ടും. കലാവാസനയൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കും. സാമ്പത്തികമായിട്ട് നല്ലതാകും. മകരൻ രാശിക്കാരുടെ 5ാം ഭാവത്തിലേക്കാണ് ശുക്രൻ സംക്രമിച്ചിരിക്കുന്നത്. അത് ശുഭഫലം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ, ഇന്റർവ്യൂകളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. അതുപോലെ പ്രണയിക്കുന്നവർക്കൊക്കെ അത് നല്ലതാണ്. ദൈവഭക്തി നിങ്ങളിൽ കൂടുതൽ വർദ്ധിക്കും. പിന്നെ സന്താന ഗുണം വർദ്ധിക്കും. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. ബിസിനസ്, വ്യാപാരത്തിലൊക്കെ നല്ല ലാഭം ഉണ്ടാകും. കുംഭൻ രാശിക്കാരുടെ 4ാം ഭാവത്തിലേക്കാണ് ശുക്രൻ സംക്രമിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കേന്ദ്രഭാവമാണ്. അതുകൊണ്ട് തന്നെ രാജയോഗപ്രദമായ ഗുണങ്ങൾ കിട്ടും. സുഖം, സന്തോഷം വർദ്ധിക്കും. കുടുംബ അഭിവൃദ്ധി, അതുപോലെ തൊഴിൽ പുരോഗതിയൊക്കെ നേടാൻ സാധിക്കും. കലാപ്രവർത്തന രംഗത്തൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെയൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത് നല്ലതായിരിക്കും. മറ്റു രാശിക്കാർക്കൊക്കെ ശുക്രൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള സംക്രമം കൊണ്ട് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. അതിന് നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി മന്ത്രങ്ങൾ, ദുർഗാ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലം വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്